നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. പൂരത്തിന് ഇനി 2 നാളെ ശേഷിക്കുന്നുള്ളൂ. ഞായറാഴ്ച തൃശ്ശൂർ പൂരമാണ്. പക്ഷേ ഇത്തവണ പൂരം എങ്ങനെയായിരിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഇനിയും വന്നിട്ടില്ല. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനമുണ്ടല്ലോ, അതുണ്ടാക്കിയ തീരാ നോവ് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒന്നല്ല. ഇതിനു മുമ്പും ഇത്തരം വേദനിപ്പിക്കുന്ന അപകടങ്ങൾ എത്രയോ ഉണ്ടായതാണ്. എന്നിട്ടും എന്തേ നമ്മൾ പഠിച്ചില്ല? കരിമരുന്ന് ആവേശത്തിനപ്പുറത്ത് ഒരു വിഭാഗത്തിൻ്റെ ഉപജീവന മാർഗമാണെന്നതൊക്കെ ശരിയാണ്. പക്ഷേ വലിയ അപകടങ്ങൾ പത്തി വിടർത്തി നിൽക്കുമ്പോൾ അത് ഒഴിവാക്കുക എന്നതല്ലേ ആദ്യം ചെയ്യേണ്ടത്. കരിമരുന്ന് ഇല്ലെങ്കിൽ പൂരമാവില്ലെന്ന് പറയുന്നവരുടെ ഭ്രാന്തൻ ആവേശങ്ങളുണ്ടല്ലോ, അതിന് ഇനിയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ വളരെ നല്ലത്. നോക്കാം, പൂരം എങ്ങനെ നടക്കും, എന്തൊക്കെ ഒഴിവാക്കും എന്ന കാര്യത്തിൽ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതുകൂടാതെ മറ്റൊട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ബംഗാളും തമിഴ്നാടും പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിലേക്കൊക്കെ വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിലുള്ള യോഗം രാവിലെ 10 മണിക്ക്. ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന തുടങ്ങും. കേടാവർ നായ്ക്കളെ ഉപയോഗിച്ച് ഇന്നും തിരച്ചിൽ. ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരം. ആഘോഷങ്ങളിലും നവോത്ഥാനം ഉണ്ടാകണമെന്ന് IMA. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ 152 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങി. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. പശ്ചിമേഷ്യ അശാന്തം. നിലപാടിൽ ഉറച്ച് അമേരിക്കയും ഇറാനും. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മുന്നോട്ടു പോകാമെന്ന് ഇറാൻ. ഉപരോധം മാറ്റാതെ ഹോർമൂസ് തുറക്കില്ല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. അധ്യാപകരായ റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ ഹർജി പരിഗണിക്കുന്നത് തലശ്ശേരി സെഷൻസ് കോടതി. വേനൽച്ചൂടിൽ പ്രതിസന്ധിയിലായി മത്സ്യബന്ധന മേഖല. മത്സ്യലഭ്യത കുറഞ്ഞതും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുറവും ബാധിച്ചു. മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ആശങ്കയിൽ. IPL-ൽ ലക്നൌവിന് 5ാം തോൽവി. രാജസ്ഥാന്റെ ജയം 40 റൺസിന്. ഇന്ന് ചെന്നൈ മുംബൈ പോരാട്ടം. ISL-ൽ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FC-യും തമ്മിൽ. തൃശൂർ പൂരം നടത്തിപ്പിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർണായക യോഗം ഇന്ന് രാവിലെ 10:30 തൃശൂർ കളക്ടറേറ്റിലാണ് യോഗം. മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്താമെന്ന നിലപാടിലാണ് ദേവസ്വങ്ങൾ. ഇരുവിഭാഗത്തിന്റെ പ്രതിനിധികളും ഇന്ന് സർക്കാരിനെ നിലപാട് അറിയിക്കും. അതേസമയം അപകടം നടന്ന മുണ്ടത്തിക്കോട്ട് ഇന്നും തിരച്ചിൽ തുടരും. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഉന്നതതല യോഗം അത് നിർണായകമാണ്. പൂരത്തിന് ഇനിയിപ്പോൾ അധികം ദിവസമില്ല, 2 ദിവസമേ ഉള്ളൂ. ഞായറാഴ്ചയാണ് പൂരം. പൂരം എങ്ങനെയായിരിക്കും നടക്കുക, എന്തൊക്കെ ഒഴിവാക്കും എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം അല്ലേ? മായ, തീർച്ചയായും ഇന്നത്തെ യോഗം ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പൂരം നടക്കണമോ വേണ്ടയോ, അത് ഏത് രീതിയിൽ നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിലാണ് തീരുമാനമാവുക. കഴിഞ്ഞ ദിവസം ഈ ദേവസ്വങ്ങൾ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. പൂരം നടത്തണം എന്നുള്ളൊരു നിലപാടാണ് 2 ദേവസ്വങ്ങളും സ്വീകരിക്കുന്നത്. അതായത് വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണം, പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ നടത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. വെടിക്കെട്ട് മാത്രം മാറ്റിയാൽ മതി, മറ്റ് ചടങ്ങുകൾക്കൊന്നും ഒരു ഭംഗം വരാത്ത രീതിയിൽ ആ പൂരം നടത്തണമെന്നൊരു നിലപാട് പാറമേക്കാവും സമാനമായി തിരുവമ്പാടിയും തീരുമാനമെടുത്തു എന്നുള്ളതാണ്. തിരുവമ്പാടിയുടെ തീരുമാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം അപകടം സംഭവിച്ചത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിപ്പുരയ്ക്കാണ്. അതുകൊണ്ട് തിരുവമ്പാടി ദേവസ്വം എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നിലപാടും അതുതന്നെയായിരുന്നു. 24-ാം തീയതി വരെ ദുഃഖാചരണം നടത്തും, അതിനുശേഷം എല്ലാം പഴയതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളോടും ഉൾപ്പെടെ എല്ലാ പ്രൗഢിയോടും കൂടി
കൂടി ഉൾപ്പെടെ ആ പൂരം നടക്കും. ഈ വെടിക്കെട്ട് മാത്രമാണ് മാറ്റി നിർത്തുന്നത്. കുടമാറ്റമായാലും മറ്റ് ചടങ്ങുകളായാലും ഒക്കെ തന്നെ കൃത്യമായി തന്നെ നടക്കും. 24-ാം തീയതി വരെ പറയെടുപ്പ് മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷം എല്ലാ ചടങ്ങുകളും കൃത്യമായി തന്നെ നടക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ പാറമേക്കാവ് ദേവസ്വവും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഒരു ജനങ്ങളുടെയും അതുപോലെ തന്നെ പൂരപ്രേമികളുടെയും ദേവസ്വത്തിൻ്റെയും ഒക്കെ പൊതുവെയുള്ള ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും കുടനിർമ്മാണമാണെങ്കിലും ആലവട്ട വെഞ്ചാമര നിർമ്മാണമാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പണം ഇതിനായി ഇറക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചടങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്ന ഒരു കണക്ക് അത്തരത്തിലുണ്ട് അവർക്ക്. അത് മാത്രമല്ല, ഈ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ അതുപോലെ തന്നെ കേരളത്തിൽ മൊത്തം ഒരു വികാരമാണ്. ഈ പൊതുവികാരം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതെന്നാണ് ഇരു ദേവസ്വങ്ങളും പറയുന്നത്. അതിന് തിരുവമ്പാടിയും അത് സമ്മതിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ പൂരം നടത്തണം എന്നുള്ളൊരു നിലപാടിലേക്ക് തിരുവമ്പാടി ദേവസ്വവും എത്തി എന്നുള്ളതാണ്. 24-ാം തീയതിക്ക് ശേഷം എല്ലാ ചടങ്ങുകളോടും കൂടി തന്നെ പൂരം നടക്കും. വെടിക്കെട്ട് മാത്രം ഉണ്ടാകില്ല, വെടിക്കെട്ട് ഒഴിവാക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഉന്നതതല യോഗം അത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു യോഗമാണ്. ഈ യോഗത്തിൽ കൃത്യമായി ഈ രണ്ട് ദേവസ്വങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ തീരുമാനങ്ങളും അറിയിക്കും. അത് സർക്കാർ. ഹരീഷ്, ഒരു സംശയം. തിരുവമ്പാടിയുടെ വെടിക്കെട്ടുപുരയിലാണ് അപകടം ഉണ്ടായത്. തിരുവമ്പാടി പൂരത്തിനായി കരുതി വെച്ച മുഴുവൻ വെടിമരുന്നും നശിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ പാറമേക്കാവിൻ്റെ അങ്ങനെയല്ല. പാറമേക്കാവിൻ്റെ വെടിപ്പുരയിൽ അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് സ്റ്റേ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിരോധിത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു എന്ന തരത്തിലൊക്കെ അന്വേഷണ സംഘം ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അതവിടെ ബാക്കിയുണ്ട്. അതിപ്പോൾ പൂരത്തിൻ്റെ അന്ന് വെടിക്കെട്ട് നടന്നില്ലെങ്കിലും സാമ്പിൾ വെടിക്കെട്ടും ഉണ്ടായില്ലെങ്കിൽ പോലും അത് ഉപയോഗിക്കുമല്ലോ എപ്പോഴെങ്കിലും. അതെങ്ങനെയാണ്? ആ കാര്യം കൂടി ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ചയ്ക്ക് വരില്ലേ? മായ, തീർച്ചയായും പാറമേക്കാവ് ദേവസ്വം ആ ഒരു കാര്യത്തിലും കൂടി ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിന് മുൻപും ഇത്തരത്തിൽ പാറമേക്കാവ് പ്രിമൈസിൽ 2006 ഒരു വെടിക്കെട്ട് അപകടം നടന്നതാണ്. പക്ഷേ അന്നും ഈ പൂരം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. വെടിക്കെട്ട് മാറ്റിവെച്ച് പൂരം നടത്തുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഈ നിർമ്മിച്ച വെടിക്കോപ്പുകൾ, പ്രത്യേകിച്ചും പാറമേക്കാവ് നിരവധി വെടിക്കോപ്പുകൾ പടക്കങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ നിലവിൽ അതിന് സ്റ്റേ ഓർഡർ ഉണ്ടെങ്കിൽ പോലും അത് പിന്നീട് അത് മാറ്റി അത് ഒരു ഷോക്കേസ് പോലെ, അതായത് ഈ പൂരം കഴിഞ്ഞ് 1-2 ദിവസത്തിന് ശേഷം ആളുകൾക്ക് കാണുന്ന വിധം, ആളുകൾക്ക് അത് ആസ്വദിക്കുന്ന തരത്തിൽ മറ്റെവിടെയെങ്കിലും വെച്ച്, ഇവിടെ പൂരത്തിൻ്റെ ഈ ഒരു സ്വരാജ് റൗണ്ടിലോ അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലോ അല്ല, പക്ഷേ മറ്റെവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മറ്റെവിടെയെങ്കിലും വെച്ച് ആളുകൾക്ക് ഇത് കാണുന്ന രീതിയിൽ ഇത് പൊട്ടിക്കാനുള്ള അനുമതി സർക്കാർ നൽകണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഈ പാറമേക്കാവ് ദേവസ്വം ഉന്നയിക്കുന്നത്. ആ ഒരു ആവശ്യം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അവർ സംസാരിക്കുകയും ചെയ്യും. അത് അംഗീകരിക്കുകയാണെങ്കിൽ, സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ പൂരപ്രേമികൾക്ക്, വെടിക്കെട്ട് പ്രേമികൾക്ക് കാണുന്ന തരത്തിൽ അത് മറ്റെവിടെയെങ്കിലും വെച്ച് വളരെ സുരക്ഷിതമായ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പൂരത്തിന് ശേഷം 1-2 ദിവസത്തിന് ശേഷം അത് പൊട്ടിച്ച് കാഴ്ചക്കാർക്ക് ഒരു പുതിയ അനുഭവം അല്ലെങ്കിൽ ആ ഒരു വർണ്ണാഭമായ കാഴ്ച കാണിച്ചു കൊടുക്കാനുള്ള അനുമതി വേണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഈ ഒരു ദേവസ്വം, പാറമേക്കാവ് ദേവസ്വം പറയുന്നത്. ആ തീരുമാനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും. സർക്കാർ അതിന് അനുമതി നൽകണം. ഈ ഒരു സ്റ്റേ ഓർഡർ പിൻവലിച്ച് ഇത് കാണികൾക്കായി പൊട്ടിക്കാനുള്ള ഒരു അനുമതി വേണമെന്നുള്ളതാണ് പാറമേക്കാവിൻ്റെ നിലപാട്. എന്തായാലും അത് ഇന്നത്തെ ഒരു യോഗത്തിൽ ചർച്ചയായി കഴിഞ്ഞാൽ സർക്കാർ നിലപാട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ യോഗത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ് എന്നതിൽ ആയിരിക്കും, അല്ല അത് സംബന്ധിച്ചായിരിക്കും ഇത് പൊട്ടിക്കണമോ, ഈ ഒരു സ്റ്റേ ഓർഡർ മാറ്റണമോ, അത് ഈ പൂരപ്രേമികൾക്കായി അത് മറ്റൊരു ദിവസം മറ്റെവിടെയെങ്കിലും വെച്ച് പൊട്ടിച്ച് അതൊരു ഷോ കേസ് പോലെ അത് ആളുകൾക്ക് കാണാൻ ഉള്ള ഒരു അവസരം ഒരുക്കുമോ എന്നതുൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാവും. അങ്ങനെയെങ്കിൽ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ദേവസ്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അന്തിമ തീരുമാനം എപ്പോഴും ഈ ഒരു യോഗത്തിന് ശേഷം മാത്രമേ വരൂ. സർക്കാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള യോഗമാണ്. അത് ഏതൊക്കെ രീതിയിലാണ് അതിൽ ചർച്ചയാവുക, അത് ഇത്തരത്തിൽ പൊട്ടിക്കാനുള്ള അനുമതി ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേ
നിലവിൽ ഈ പാലക്കാട് കളക്ടറാണ് സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റേ മാറ്റി ഇത് വീണ്ടും നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾക്ക് കാണുന്ന രീതിയിൽ പൊട്ടിക്കാനുള്ള അനുമതി നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിന് ശേഷം എന്തായാലും തീരുമാനമാവും. മറ്റൊരു കാര്യം, ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ ഒരു പ്രദേശത്തു നിന്ന് ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇനിയും ഉണ്ടാകുമെന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇന്നും കൂടി ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചവരെ കൂടി തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന DGP അടക്കം പറഞ്ഞിരുന്നു. 18 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുക. അതിൻ്റെ പ്രധാന കാരണം പെസോ പറഞ്ഞത് ഇത് ചൂടുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു അപകടമല്ല, കാലാവസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ച ഒരു അപകടമല്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ അപകടത്തിന് പിന്നിലെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം, ആ ഒരു ദൗത്യമാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. അത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള 18 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും. അവർ ഈ ഒരു സംഭവം കൃത്യമായി തന്നെ അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുമെന്നുള്ളതാണ്. മാത്രമല്ല ഫോറൻസിക് വിദഗ്ധർ അടക്കം ഈ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. എന്തെങ്കിലും രാസവസ്തുക്കൾ കലർന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമാണ് ഇനി കണ്ടെത്താൻ ഉള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു യോഗം വളരെ നിർണായകമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് എങ്ങനെയാണ് പൂരത്തിനെ ബാധിക്കുക, അല്ലെങ്കിൽ നാട്ടുകാർക്ക് പൂരപ്രേമികൾക്ക് പൂരം കാണാനാകുമെന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു യോഗത്തിൽ അത് തീരുമാനമാകും. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശ്ശൂർ പൂരം എങ്ങനെ നടക്കും, എന്തൊക്കെയായിരിക്കും ത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. അതിൻ്റെ ഒരു അന്തിമ തീരുമാനം അത് ഇന്നത്തെ നിർണായക യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ നടുക്കം മാറാതെ എടപ്പാൾ പൊൽപ്പാക്കര ഗ്രാമം. ഈ ഗ്രാമത്തിൽ നിന്നുള്ള 2 പേർ അപകടത്തിൽ മരിച്ചു. പടക്കശാലയിലേക്ക് പോകാനുള്ള തീരുമാനം അവസാന നിമിഷം മാറ്റിയതിലൂടെ ഒരു വലിയ ദുരന്തം ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇമേഷൻ. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ പൊൽപ്പാക്കരയിൽ നിന്ന് നിരവധി പേരാണ് തൃശൂർ പൂരത്തിനായി മുണ്ടത്തിക്കോടിലെ വെടിക്കോപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് ജോലിക്കായി പോകാറുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മണ്ടകപ്പറമ്പിൽ ഇമേഷ് ജോലിക്കായി മുണ്ടത്തിക്കോടിലെ പടക്ക നിർമ്മാണശാലയിലെത്തിയത്. നാട്ടുകാരായ മണികണ്ഠനും വിജയനും ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഉഗ്രസ്ഫോടനവും തീയും ഉയർന്നത്. ഉടൻ മതിൽ ചാടി പാടത്തേക്ക് ഓടിയതുകൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷിക്കാനായത്. പക്ഷേ എതിർദിശയിലേക്ക് ഓടിയ കൂടെയുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടു. ഒരു മിന്നലും കണ്ടു, ഒരു പൊട്ടലും കണ്ടു. അപ്പം ഞാനെന്ത് പണിയത്, തൊട്ടടുത്ത് പാടാ ഞാനതെടുത്ത് ചാടി ഞാൻ ഓടി. ഞാൻ ഇങ്ങോട്ട് ഓടി, അവർ നേരെ ഇങ്ങോട്ട് ഓടിയത്. അതിലാണ് അവർ പെട്ടത്. ഒപ്പമുള്ള 3 ആൾക്കാർ മരണപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് മൊത്തത്തിലൊരു സ്ഫോടനം വരെ മൊത്തത്തിലൊരു കത്തൽ. ഇമേഷിന്റെ സുഹൃത്തുക്കളായ പലരും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റിയത് കൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാൻ പൂവാള പരിപാടിക്കൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇന്ന് പാലക്കാട് വെടിക്കെട്ടുണ്ട് പറഞ്ഞത്. അത് കാരണം ഞങ്ങളവിടെ പോയില്ല, മുണ്ടത്തിക്കോട് പോയില്ല. അല്ലെങ്കിൽ രാവിലെ പൂവാള പരിപാടിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു. അത് കാരണം ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. അത് ഞങ്ങൾ അതിനിപ്പോൾ അപകടത്തിൽ മരണപ്പെട്ട പൊൽപ്പാക്കര സ്വദേശികളായ വിജയന്റെയും മണികണ്ഠന്റെയും മൃതദേഹം പൊന്നാനി ഈശ്വരമംഗലം ശ്മശാനത്തിൽ സംസ്കരിച്ചു. കൊളത്തൂർ സ്വദേശി മണികണ്ഠന്റെ മൃതദേഹം കുടുംബ ശ്മശാനത്തിലും സംസ്കരിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. കനത്ത സുരക്ഷാ വലയത്തിൽ പശ്ചിമബംഗാൾ പോളിംഗ് ബൂത്തിൽ ഡാർജിലിംഗ്, മാൾഡ തുടങ്ങി 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 1478 സ്ഥാനാർത്ഥികളാണ്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നടപടികൾ സുതാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പശ്ചിമബംഗാൾ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചു അല്ലേ? 7 മണിയോടുകൂടി. ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. ഇവിടങ്ങളിൽ പോളിംഗ് ആരംഭിച്ചു. 6 മണിക്ക് ശേഷം മോക്ക് പോളിംഗ് നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അത് എടുത്തു പറയേണ്ടത്, കനത്ത സുരക്ഷാ വലയത്തിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മുർഷിദാബാദിൽ ഉൾപ്പെടെ ഉണ്ടായ ചില സംഘർഷങ്ങൾ, ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും
വോട്ടെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ആ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ബംഗാളിലെ മുഴുവൻ മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തും. കൂടാതെ തെക്കൻ ബംഗാളിലെ ചില മണ്ഡലങ്ങളുമാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തുന്നത്. വടക്കൻ ബംഗാളിനെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുള്ള മേഖലയാണ്, കൂടുതൽ മണ്ഡലങ്ങൾ BJP പിടിച്ചെടുത്തിട്ടുള്ള മേഖലയാണ്. ഇവിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 2011 മുതൽ ബംഗാളിനെ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഇത്തവണയും ഒരു ഭരണ തുടർച്ചയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിനെയും BJPയെയും കടന്നാക്രമിച്ചുകൊണ്ട് മമതാ ബാനർജി നടത്തി. അതോടൊപ്പം തന്നെ BJP ക്യാമ്പ് NDA സഖ്യമാകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-ൽ നിന്ന് 77 സീറ്റുകൾ നേടിയെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ 120-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ സാധിക്കും എന്നൊരു നിരീക്ഷണം BJPയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. അവിടെ അതിശക്തമായിട്ടുള്ള പ്രചാരണം മമതാ ബാനർജിയെ കടന്നാക്രമിച്ചുകൊണ്ടും ഒപ്പം വനിതാ സംവരണ ബിൽ അവസാന നിമിഷത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗാളിന്റെ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശമാണ് തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കിയത് എന്ന ആരോപണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. അത്തരത്തിൽ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളായിരുന്നു ഈ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത്. 152 മണ്ഡലങ്ങളിലായി ഏകദേശം 1400-ൽ കൂടുതൽ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ 1478 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നത്. ജൽപൈഗുരി, മാൾഡ, സിലിഗുരിയുടെ ഡാർജിലിംഗ് മേഖല തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ CCTV നിരീക്ഷണം, കേന്ദ്രസേനയുടെ പ്രത്യേക വിന്യാസം ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർണ്ണമായും സുതാര്യമായിരിക്കും, അതിന്റെ സുതാര്യത ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗവും അവലോകന യോഗവും ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിലയിരുത്തലും നടന്നിരുന്നു. ഏതായാലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിയോടുകൂടിയാണ് 152 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 294 അംഗ നിയമസഭയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-നാണ് നടക്കുക. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെയും ഫലം മെയ് 4-ന് ഉണ്ടാകും. ആ മെയ് 4-ലേക്ക് എത്തുമ്പോൾ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം തീർച്ചയായും ദേശീയ രാഷ്ട്രീയം തന്നെ ഏറെ ഗൗരവത്തോടു കൂടി ഉറ്റുനോക്കുകയാണ്. ബംഗാളിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ, അതല്ലെങ്കിൽ മമതാ ബാനർജി അവിടെ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വർഷങ്ങൾ നീണ്ട ഇടത് ഭരണത്തിനൊടുവിൽ 2011-ലാണ് അവിടെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അധികാരത്തിലേറുന്നത്. മായ ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പശ്ചിമ ബംഗാൾ ജനവിധി തേടുകയാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 7 മണിയോടെ 38 ദിവസം നീണ്ട പ്രചാരണത്തിന് ശേഷം തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് തുടങ്ങി. 234 സീറ്റുകളിലേക്ക് 4000-ലധികം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 5,73,43,000 വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. ഭരണത്തുടർച്ച ഉറപ്പാക്കുകയാണ് DMKയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. അടുത്ത 5 വർഷം വോട്ടർമാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാമെന്നാണ് TVK നേതാവ് വിജയ് നൽകുന്ന വാഗ്ദാനം. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷ BJPക്കുമുണ്ട്. DMK മുന്നണിയും അണ്ണാ DMK BJP സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും ആദ്യമായി ജനവിധി തേടുന്ന TVKയും ഇടം പിടിച്ചിരിക്കുകയാണ് ജനമനസ്സുകളിൽ. വേനൽ ചൂടിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മത്സ്യബന്ധന മേഖല. ചൂട് കൂടിയതോടെ തീരക്കടൽ മത്സ്യലഭ്യത കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കുറവും മത്സ്യബന്ധന മേഖലയിൽ മുൻപില്ലാത്ത വിധം പ്രതിസന്ധി തീർത്തിരിക്കുകയാണ്. ജൂൺ മാസം മുതൽ ട്രോളിംഗ് നിരോധനം കൂടി തുടങ്ങുന്നതോടെ മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ഏറെ ആശങ്കയിലാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറെടുക്കുകയല്ല. അവർ അവരുടെ വലയൊക്കെ ഭദ്രമായി മടക്കി വെക്കുകയാണ്. കാരണം തുറമുഖം മത്സ്യബന്ധന മേഖല ആ വിധത്തിൽ ഇപ്പോൾ വരൾച്ചയിലാണ്. കൊല്ലത്തെ മത്സ്യബന്ധന ഹാർബറുകളുടെയെല്ലാം അവസ്ഥ ഇതാണ്. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ തീരദേശം വറുതിയുടെ നാളുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ചൂട് കുത്തനെ ഉയർന്നതോടെ തീരക്കടൽ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതാണ് കാരണം. ഉപരിതല മത്സ്യങ്ങൾ ആഴക്കടലിലേക്ക് മാറുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. താപനില ഉയരുമ്പോൾ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് മാറുന്നു.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്ന സമുദ്രമേഖലയാണ് വിഴിഞ്ഞത്തിന് വടക്കുഭാഗം മുതൽ കൊച്ചിക്ക് തെക്കുഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്ന കൊല്ലം ഫിഷിംഗ് ബാങ്ക്. വിവിധ ഇനം മത്സ്യങ്ങൾ സമൃദ്ധമായി ലഭിക്കുന്ന ഈ മേഖലയിൽ സമുദ്ര താപനിലയിലെ ചെറിയ മാറ്റം പോലും മത്സ്യസമ്പത്തിനെ ഗണ്യമായി ബാധിക്കുന്നു. ട്രോളിങ്ങിന് ശേഷമുള്ള സീസൺ പോലെ കൂടുതലായുള്ള മത്സ്യം ലഭിക്കുന്ന കാലമാണ് ഏപ്രിൽ മുതൽ ഉള്ളതെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മത്യാസ് പറയുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം അമിതമായ ചൂട് കൂടുന്നത് മത്സ്യത്തിൻ്റെ ലഭ്യതയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത് അമിതമായ ചൂട് കൂടുന്നതിൻ്റെ പ്രതിഭാസമായിട്ട് നമ്മുടെ ഈ എൽനിനോ പ്രതിഭാസം വരികയും കടലിലെ സമുദ്രം ചൂടുപിടിക്കുകയും ചെയ്യുമ്പം മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്നുണ്ട്. മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്നതെന്ന് പറയുന്നത് ഈ അമിതമായ ചൂട് വരുമ്പം ഈ കുഞ്ഞു മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആൽഗ ഡെവലപ്പ് ആവുന്നത് തന്നെ അത് നശിച്ചു പോകും. അമിതമായ ചൂടിൽ സമുദ്രത്തിൽ ഒരു 1/2 ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസം വന്നാൽ തന്നെ മത്സ്യത്തിനെ അത് വളരെ ഗണ്യമായി ബാധിക്കും. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ ഏകദേശം 60% തൊഴിലാളികളും ഇതര സംസ്ഥാനക്കാരാണ്. വോട്ടു ചെയ്യുന്നതിനായി ഇവർ നാട്ടിലേക്ക് മടങ്ങിയതോടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാതെ ബോട്ടുകൾ തീരത്ത് കിടക്കുകയാണ്. ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകാത്തതിനാൽ മത്സ്യ കയറ്റുമതിയും കുറഞ്ഞു. മണ്ണെണ്ണ വില വർദ്ധിച്ചതിനാൽ തീരക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ഇൻബോർഡ് വള്ളങ്ങൾ കടലിൽ പോകുന്നില്ല. ഈ വള്ളങ്ങൾക്ക് ഇന്ധനമായി ഉപയോഗിക്കുന്ന മണ്ണെണ്ണ 103 രൂപയിൽ നിന്നും 155 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതും മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കി. സാധാരണയായി ഏപ്രിൽ മുതൽ ജൂൺ ആദ്യവാരം വരെ നല്ല രീതിയിൽ മീൻ ലഭിക്കേണ്ട സമയമാണെങ്കിലും ഈ സീസണിൽ നെത്തോലി, അയല, മത്തി, കിളിമീൻ തുടങ്ങിയവ വളരെ കുറച്ചു മാത്രമാണ് ലഭിക്കുന്നത്. മീൻ കുറഞ്ഞ് നമുക്ക് മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോലുള്ള മനുഷ്യർ, പാവങ്ങളായാലും ബോട്ട് പണിക്ക് പോകുന്നവരായാലും നമ്മളെ പോലുള്ളവരെടുത്ത് കൈകാര്യം ചെയ്യുന്നവരെല്ലാം ധർമ്മസങ്കടത്തിലാവും. വേലയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പല മത്സ്യങ്ങൾക്കും വിലയിൽ കിലോയ്ക്ക് 100 രൂപയോളം വർധനവുണ്ടായി. സാമ്പത്തികമായും തൊഴിൽപരമായും മുൻപില്ലാത്ത വെല്ലുവിളികളാണ് മത്സ്യബന്ധന മേഖല ഇപ്പോൾ നേരിടുന്നത്. ചൂട് കൂടിയതോടെ കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞത് തീരദേശ മേഖലയെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഉപജീവന മാർഗത്തിന് ബുദ്ധിമുട്ടുന്ന പലരും ഈ മേഖലയിൽ നിന്നും ഇതിനോടകം പിന്മാറിയും കഴിഞ്ഞു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. ബംഗാളിൽ ഇലക്ഷനായി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് തിരിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മലപ്പുറം പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. നെല്ല് സംഭരണം വൈകുന്നതിനോടൊപ്പം തൊഴിലാളി ക്ഷാമവുമായതോടെ പലയിടത്തും നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പൊന്നാനി കോൾ മേഖലയിലെ പ്രധാന പാടശേഖരങ്ങളിൽ ഒന്നാണ് നന്നമുക്ക് പഞ്ചായത്തിലെ തുരുത്തമ്മൽ കോൾപ്പടവ്. 450 ഏക്കർ വിസ്തൃതിയുള്ള കൃഷിയിടത്തിലെ കൊയ്ത്ത് ആരംഭിച്ച് 2 ആഴ്ചയിലേറെയായി. കൊയ്തെടുക്കുന്ന നെല്ല് നന്നമുക്ക് മാർത്തോമ സിറിയൻ UP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ കൂട്ടത്തോടെ തെരഞ്ഞെടുപ്പിനായി നാട്ടിലേക്ക് തിരിച്ചതോടെ നെല്ല് വൃത്തിയാക്കാനോ ചാക്കുകളിൽ നിറയ്ക്കാനോ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ചാക്കിൽ നെല്ല് നിറയ്ക്കാൻ നേരത്തെ നൽകിയിരുന്ന 12 രൂപ 15 രൂപയായി ഉയർത്തിയെങ്കിലും പണിക്ക് ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയിലാണെന്ന് കർഷകർ പറയുന്നു. എന്തായാലും ഇപ്പോൾ കൃഷിക്കാർ ഇതിൽ പെട്ട് പിന്നെ ഇപ്പോൾ വിത്ത് ഇറക്കാൻ വൈകി. ഇവിടെ ഒരു 20 ദിവസം ആദ്യം അന്ന വിത്ത് മുളച്ചില്ല. പിന്നെ 2ാം പ്രാവശ്യം വരുമ്പോഴത്തേനും 20-25 ദിവസം പിടിച്ച്. അപ്പം നമ്മുടെ കഷ്ടി ഒരു മാസം അങ്ങോട്ട് ബാക്കിൽ പോയി. അല്ലെങ്കിൽ നമുക്ക് വിഷുവിൻ്റെ മുമ്പ് കൊയ്യാൻ പറ്റിയിരുന്നു. അപ്പം അതും പറ്റിയില്ല. ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. ആത്മഹത്യയുടെ വക്കിലാണ്. ഇപ്പം ചെറിയ ഇതൊക്കെ പാട്ടത്തിനെടുത്ത ആൾക്കാരെ 25-20 ഏക്കർ 20,000 റുപ്യക്ക് ഏക്കറൊക്കെ പാട്ടം കൊടുക്കണം. ഇത് വളപ്പീടിയയിലും മരുന്ന് കടയിലൊക്കെ കിട്ടിയതിൻ്റെ 3/4 ഭാഗം അവർക്കും ബാങ്കിലുള്ള പണ്ടങ്ങളും വെച്ച് ഇതൊക്കെ ചെയ്തിട്ടാണ്. ഈ നിലക്കാച്ച് ഇപ്പം കൃഷിയൊക്കെ ഇനി ആൾക്കാർ നിർത്തും. നെല്ല് സംഭരണം തുടങ്ങാൻ വൈകിയതും പ്രതിസന്ധി കൂട്ടുകയാണ്. വേനൽ മഴ കൂടി എത്തുന്നതിന് മുൻപ് നെല്ല് സംഭരിച്ചില്ലെങ്കിൽ കർഷകരുടെ നഷ്ടം ഇനിയും കൂടും. കഴിഞ്ഞ തവണ സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിച്ചത് 6 മാസത്തിലേറെ കഴിഞ്ഞാണ്. ഇത്തവണയെങ്കിലും പണം കൃത്യസമയത്ത് ലഭിക്കാനും സംഭരണം വേഗത്തിലാക്കാനും അധികൃതർ നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. പൈസ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 6 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോഴത്തേനും പലിശയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കിട്ടിയിട്ടുള്ളത്. സബ്സിഡി നിലക്ക് ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒന്നും കിട്ടിയിട്ടില്ല. 235 റുപ്യാണ് ഒരു ഏക്കർക്ക് വെച്ച് കിട്ടിയത്. ഇപ്രാവശ്യം അത് കുറേ മുങ്ങിപ്പോയി. അതിൽ കുറച്ച് പൈസ ഇപ്രാവശ്യം വരും, അടുത്ത ദിവസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിൽ വന്നിട്ട് അത് കണ്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അമൃത ന്യൂസ്, മലപ്പുറം. അശാന്തമായി പശ്ചിമേഷ്യ. ഇറാന്റെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകൂ എന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാന്റെ നിലപാട് സ്പീക്കർ അറിയിച്ചതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഹോർമൂസിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്കയുമുണ്ട്. പാകിസ്ഥാനിൽ തുടങ്ങാനിരിക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയും കൂടുതൽ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്.
പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇന്നലെ രാത്രിയാണ് പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ നീട്ടുകയാണെന്ന് പ്രഖ്യാപിച്ചത്. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിനിടെ US നാവികസേനയുടെ അത്യാധുനിക ഡ്രോൺ തകർത്തതിനും സ്ഥിരീകരണം. സുരക്ഷാ കാരണങ്ങളാൽ തകർത്ത സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക തയ്യാറാകാത്തതിന് പിന്നാലെ ഹോർമൂസിനോട് ചേർന്നുള്ള പ്രദേശത്തെ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. ഒമാൻ ഇറാൻ തീരങ്ങളോട് ചേർന്ന് 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയും. വകുപ്പ് മേധാവി ഡോക്ടർ റാം, സംഗീത നമ്പ്യാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, നിതിൻ്റെ മരണത്തിൽ അധ്യാപകരായ റാമിൻ്റെയും സംഗീത നമ്പ്യാരുടെയും ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കോടതി പരിഗണിക്കാൻ എടുക്കുകയാണ്. എന്താണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്? എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക? മായ ബാലഗോപാൽ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ഈ പാത്തോളജി വിഭാഗം മുൻ തലവനായിട്ടുള്ള ഡോക്ടർ MK റാം, അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സംഗീത എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇന്നലെ സെഷൻ കോടതിയിൽ വാദം പൂർത്തിയായിട്ടുള്ളത്. നിതിന്റെ കുടുംബം ഈ കേസിൽ കക്ഷി ചേർന്നതോടെ അവരുടെ ഭാഗം കൂടി കേൾക്കാനാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ഈ കോടതിയിൽ നിതിന്റെ പിതാവ് രാജനും സഹോദരി ഭർത്താവ് അശോക് കുമാറും ഇന്നലെ ഹാജരായിരുന്നു. ഇന്ന് അവർ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ ജഡ്ജിക്ക് മുമ്പാകെ വിശദീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട്, അതായത് ഇത്തരത്തിൽ ഇതിനു മുമ്പ്, അതായത് അറസ്റ്റിന് മുമ്പ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കരുതെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും അത് ഇതുവരെ സാധ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിശദമായ വാദം കേട്ടിരുന്നു. ഈ ഡോക്ടർ റാമും സംഗീതയും പറയുന്നത് ഈ മരണവുമായി തങ്ങൾക്ക് നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന കാര്യമാണ് ഇരുവരും ആവർത്തിക്കുന്നത്. മാത്രമല്ല SC/ST വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ഡോക്ടർ MK റാമിനെതിരെ നിലനിൽക്കില്ല എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത്. കാരണം അദ്ദേഹവും അതുപോലെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ SC/ST അതിക്രമ നിയമപ്രകാരമുള്ള ഒരു വകുപ്പ് അദ്ദേഹത്തിന് ബാധകമല്ല. പക്ഷേ സംഗീത നമ്പ്യാർക്ക് അത് ബാധകമാകും. ആത്മഹത്യ പ്രേരണ കുറ്റവും 2 പേർക്കും ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡോക്ടർ റാമിന്റെയും ഡോക്ടർ സംഗീതയുടെയും ഫോട്ടോ നിതിൻ രാജ് തന്റെ സഹോദരിക്ക് അയച്ചു നൽകിയിരുന്നു. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ 2 പേരും എന്നെ നിരന്തരമായി മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഇത്തരത്തിൽ ജാതീയ വിവേചനം നടത്തുന്നു എന്ന കാര്യം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ ആ സഹോദരിയുടെ ഫോണിലേക്ക് ഇതിന്റെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു രീതിയിലുള്ള തെളിവായി ഇപ്പോൾ മാറുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട്. മരണത്തിന് മുമ്പ് ശക്തമായ ഒരു തെളിവ് അവശേഷിപ്പിച്ചുകൂടിയാണ് ഇത്തരത്തിൽ നിതിൻ രാജ് കടന്നു പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുറികളിൽ നടന്ന സംഭവങ്ങൾ, പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭവങ്ങളിൽ ഇവർ 2 പേരും നേരിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതും ഈ സംശയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബം ആവശ്യപ്പെടുന്നത് ആ ദിവസത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും തങ്ങൾക്ക് ലഭ്യമാക്കണം. കാഷ്വാലിറ്റിയിൽ അടക്കം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. ഇത്രയും വലിയ നിലക്കെട്ടിടത്തിൽ നിന്ന് ചാടിയ ഈ കുട്ടിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മരണത്തിൽ തന്നെ സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ വാദം കൂടെ കേട്ടിട്ടായിരിക്കും ഈ അധ്യാപകരുടെ ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനമുണ്ടാകുക. മായ. ശരി, ജോസഫാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നിപ്പോൾ അധ്യാപകരായ റാമിന്റെയും സംഗീത നമ്പ്യാരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് തലശ്ശേരി സെഷൻസ് കോടതി. ആഘോഷങ്ങളിലും നവോത്ഥാനം ഉണ്ടാകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി പറയും. ആചാരങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. വെടിക്കെട്ട് അപകടങ്ങൾ മരണങ്ങൾക്ക് മാത്രമല്ല കാരണമാകുന്നത്, നിരവധി ആളുകളുടെ കേൾവി ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉത്സവത്തിന് 100 ചെവി എന്നതാണ് കണക്ക് എന്നും ഡോക്ടർ സുൽഫി അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ആഘോഷങ്ങളൊക്കെ
അത് മനുഷ്യരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാകണം എന്നുള്ളതാണ് പൊതുവിൽ പറയാറ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി പലപ്പോഴെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ ഇത്തരത്തിൽ ഒരു സങ്കട കാഴ്ചകളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ IMA വലിയ മികച്ച ഒരു തീരുമാനം തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പങ്കുവയ്ക്കുകയുണ്ടായി. IMAയുടെ ഇപ്പോൾ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആഘോഷങ്ങൾ ശരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സന്തോഷത്തിന് വേണ്ടിയാകണം, പക്ഷേ അതല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ IMAയുടെ ഈ ഒരു നിലപാട് വരാനുള്ള കാരണം? ഈ ആഘോഷങ്ങൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക, എല്ലാ മതങ്ങളിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ആഘോഷങ്ങൾക്കെല്ലാം പ്രാകൃതമായി പോകരുത്. അതൊരു നവോത്ഥാനം ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. അത് അറിയാലോ, നമ്മളിപ്പോൾ ഒരു വെടിക്കെട്ടിൻ്റെ മാത്രം ഒരു വിഷയമല്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ തുപ്പിക്കൊടുക്കുക, അങ്ങനെയുള്ള ആചാരങ്ങളുള്ള മതവിഭാഗങ്ങളുണ്ട്. സതി ആചാരത്തെ പണ്ട് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മളത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞില്ല. പിന്നീട് അതിൽ തെറ്റാണെന്ന് കണ്ട് നമ്മൾ മാറ്റി. ആചാരങ്ങളിൽ വ്യത്യാസം ഉണ്ടാവണം, ഒരു സംശയമില്ല. നമ്മുടെ പ്രാകൃതമായ ആചാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് സന്തോഷം, അബ്സല്യൂട്ട്ലി അതാണ് കറക്റ്റ്. സന്തോഷം നൽകുന്ന ഉത്സവമായിരിക്കണം. അത് ദുരന്തമായി മാറാത്ത തരത്തിലുള്ള ആഘോഷങ്ങളാവണം. അത് നവീകരിക്കപ്പെടണമെന്നുള്ളതിന് ഒരു സംശയമില്ല. നമുക്ക് കലാപരിപാടികൾ ചെയ്യാം, സാംസ്കാരിക പരിപാടികൾ ചെയ്യാം, പ്രകാശമാകാം, പക്ഷെ ശബ്ദവും പടക്കവും പൊട്ടിത്തെറിയും ഉണ്ടാകാത്ത തരത്തിലായിരിക്കണം. ലേസർ ഷോകളാകാം. അതിന് സമൂലമായ മാറ്റം ഉണ്ടാകണം. നമ്മുടെ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെയും എത്ര കൃത്യമാണ് ഇത്തരം അവർക്ക് ഇതിനെക്കാട്ടിയും കൂടുതൽ അവരിത്തരം കാര്യങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അവരുടെ മതാചാരങ്ങളായിരിക്കില്ല, മറ്റാഘോഷങ്ങൾ അവർ ഇതിനെക്കാട്ടിയും ഗംഭീരമാക്കാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നുള്ളത് ഒരു സംശയമില്ല, എല്ലാ മതവിഭാഗങ്ങളുടേതും. പ്രത്യേകിച്ച് ഇത് ഒരു കൂടുതൽ റിസ്ക് ഉള്ളതാണ്. നമ്മുടെ എത്ര മരണങ്ങളായി, എത്ര തരം ആൾക്കാർ, മരണങ്ങൾ മാത്രമല്ല, ആ മരണങ്ങൾ മൂലം ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ മൊത്തം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അത് അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്നത് വൻ സാമ്പത്തിക തകർച്ച, ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിലമതിക്കാൻ പറ്റാത്ത നഷ്ടം, ഇതെല്ലാം കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു നിബന്ധനകളും നിഷ്കർഷയും ഉണ്ടാവണമെന്നുള്ളതൊരു സംശയമില്ല. നമ്മൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ വികസിത രാജ്യങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള ഈ കരിമരുന്ന് കലാപ്രകടനം എന്ന് നമ്മളിവിടെ പറയുന്ന രീതിയിൽ തന്നെ ഈ ശബ്ദം കൊണ്ട്, വർണ്ണം കൊണ്ട് അവർ വലിയ രീതിയിൽ ആ സംഭവം ന്യൂ ഇയറിൻ്റെ സമയങ്ങളിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ കാണാറുള്ളത്. ആ നിലയ്ക്ക് ഇവിടേക്ക് അത് നമ്മൾക്ക് ഇനി എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് നമ്മൾ കാത്തിരിക്കണം എന്ന് തന്നെയാണ്. ഇത് വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു സംശയമില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങൾ എന്നേക്കോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമയത്തുകൂടെയാണ് കടന്നു വരുന്നത്. ഞാൻ ഏതാണ്ട് ഒരു കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് എല്ലാ ദിവസവും ആ സ്ഥലത്തൂടെ സഞ്ചരിക്കും. എല്ലാ ആഘോഷങ്ങളിലും, എല്ലാ കൊല്ലമുള്ള ആഘോഷങ്ങൾ ഞാൻ അവിടെ ചിരപരിചിതനാണ്. ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ മൈക്കുകൾ കൊണ്ടുള്ള വലിയ ശബ്ദ കോലാഹലമായിരുന്നു. ഇപ്പോൾ പ്രകാശം മാത്രമേ ഉള്ളൂ. പ്രകാശവും അമ്പലത്തിൻ്റെ വളരെ വളരെ നമുക്കതൊരു സന്തോഷം തോന്നും. അത്തരം ഒരു ആചാരം നമുക്ക് അത് മാറാൻ കഴിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ ആ സമയത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ശക്തമായി ഇടപെടുകയും ഗവൺമെൻറ് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തതിന് പ്രകാരം ശബ്ദ കോലാഹലം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ശബ്ദത്തിന് മറ്റൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരു വലിയ അപകടം ഉണ്ടായപ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ വെടിക്കെട്ടിന് മറ്റൊരു അപകടവും കൂടെയുള്ളൂ. ഒരു ENT സർജൻ എന്നുള്ള രീതിയിൽ ഒരു വെടിക്കെട്ട് കഴിയുമ്പോൾ 100 ചെവി എന്നാണ് ഞങ്ങളുടെ ഡോക്ടർമാർ, ENT ഡോക്ടർമാർ പറയുന്നത്. അത്രയും കേൾവികൾ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഓരോ ഡോക്ടർമാരുടെ അടുത്ത് ഇപ്പം ഒരു അമ്പലത്തിലെ അല്ല, കുറേ ഉത്സവങ്ങളോ അല്ലെങ്കിൽ മറ്റ് വെടിക്കെട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളുണ്ടെന്ന വെടിക്കെട്ടുകൾ കഴിയുമ്പോൾ കേൾവി നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് മരണം സംഭവിച്ചതിലപ്പുറം അതൊരു ഹിഡനാണ്, അറിയുന്നില്ല, രോഗിക്കൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അനിമൽസിന് ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റിയിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാത്ത, മനുഷ്യരാശിക്ക് അപകടം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവണം. നമ്മളിതിൻ്റെ ഒരു ഭീകരത ആദ്യമായിട്ട് കാണുന്നത് ശരിക്കും ആ പുറ്റിങ്ങൽ അപകടത്തിൻ്റെ സമയത്താണ്. അന്ന് നമ്മളെല്ലാവരും വിറങ്ങലിച്ച് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ എങ്കിൽ അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഈ കരിമരുന്ന് ഉള്ള അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇപ്പം ഡോക്ടർ പറഞ്ഞ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത്, അന്നും നമ്മൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ചെവിക്ക് ഇത്രമാത്രം വലിയ പ്രശ്നമില്ല. മരിച്ചു പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിൻ്റെ രക്തസാക്ഷികളായിട്ട് പിന്നെയും ജീവിക്കുന്നതിന് സാധിക്കും. ഇന്ന് രാവിലെയും ഞാനൊരു പ്രോഗ്രാം കേട്ടോ. ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്ന കുറച്ച് ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ അവർക്ക് കേൾക്കുന്നില്ല, ദേഹം മുഴുവൻ കത്തുന്നു അല്ലെങ്കിൽ പൊള്ളിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ കേൾവി ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഒരു പെർട്ടിക്കുലർ ലെവലിൻ്റെ മേളിലേക്ക് ശബ്ദം എത്തുകയാണെങ്കിൽ സഡൻ ലോസ് ആണ്. പിന്നെ അതൊരിക്കലും അവരുടെ കേൾവി തിരിച്ചു കിട്ടില്ല.
പറ്റില്ല. അപ്പോൾ ഇത് ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. ഈ വെടിക്കെട്ട് അപകടമുണ്ടാക്കാത്ത വെടിക്കെട്ടിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തീ കത്തി പൊട്ടിത്തെറിക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടിനും അപ്പുറം ഇത്തരം ഒരു കേൾവി കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഹിഡൻ ആണെങ്കിൽ പോലും. പക്ഷേ അതിനേക്കാൾ ഉപരി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിപ്പോകുന്നുള്ളതാണ്. പുറ്റിങ്ങൽ ദുരന്തം നടന്ന ആ ദിവസം ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അത് നടന്നു കഴിയുമ്പോൾ വീണ്ടും ശക്തമായ നിയമം ഉണ്ടാവുമെന്നും നമുക്ക് റിഫോംസ് വരുമെന്നൊക്കെ നമ്മളന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടായില്ല. പക്ഷേ ഇനിയും വൈകിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാത്ത രീതിയിലുള്ള കടുത്ത നിലപാടുകൾ എടുക്കണം. മാറ്റം വരണമെന്നുള്ളൊരു സംശയമില്ല. എല്ലാ മതാചാരങ്ങളിലും അതുപോലെ ഒന്നാണ് ഇത്. കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പണ്ട് പറഞ്ഞു വെച്ച അതിന് ഇപ്പോഴും അബ്സല്യൂട്ട്ലി നമ്മൾ ദീപാവലിക്ക് ഇപ്പോൾ വലിയ ശബ്ദകോലാഹലമില്ലാതെ ആചരിക്കുന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ ദീപങ്ങളിലേക്ക് മാറിയെങ്കിൽ, സാംസ്കാരിക പരിപാടികളിലേക്കും കലാപരിപാടികളിലും ലേസർ ഷോയിലേക്ക് മാറിയെങ്കിൽ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാവണം. എല്ലാ മതങ്ങൾക്കും മതാചാരങ്ങൾക്കൊക്കെ ഒരു നവോത്ഥാനം ഉണ്ടാവണം. തീർച്ചയായും ഇത്തരത്തിൽ മരണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില ജീവിക്കുന്ന രക്തസാക്ഷികളെ കൂടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവമേറെ വർദ്ധിപ്പിക്കുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ IMA ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുന്നു. ദിലീപ് പറയുന്നത് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഇന്നലത്തേതിൽ നിന്നും നേരിയ നഷ്ടത്തിലായിരിക്കുമെന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെയും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി ഉണ്ടായ നേട്ടത്തിന് ശേഷമാണ് ഇന്നലെ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നേരിയ തോതിൽ നിക്ഷേപ താൽപര്യം കാണുകയും ചെയ്തു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നലെ മുൻനിര ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച. ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളും വിപണിയിൽ പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള കയറ്റങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാനായില്ല എന്നതിന്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിലെ ഈ ഒരു വിൽപ്പന. പ്രവർത്തന ഫലങ്ങൾ പലതും വിപണി പ്രതീക്ഷയേക്കാൾ മികച്ചതായിരുന്നിട്ട് കൂടി അതിന്റെ ഒരു സ്വാധീനം വിപണിയിൽ ഉണ്ടായില്ല. എന്നാൽ ചില പ്രവർത്തന ഫലങ്ങൾക്ക് അനുകൂലമായി സ്വാധീനിക്കാനും പറ്റി. പ്രത്യേകിച്ചും ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾ, ട്രെൻഡ്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കമ്പനികളുടെ മികച്ച പ്രവർത്തന ഫലങ്ങൾക്ക് അത്തരം ഓഹരികൾ സ്വാധീനിക്കാനുമായി. പൊതുവെ സമ്മിശ്രമായിരുന്നു ഓഹരികളിലുള്ള പ്രതിഫലനം എന്ന് വേണമെങ്കിൽ പറയാം. വരും ദിവസങ്ങളിൽ ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്വാധീനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ആഗോളതലത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ചർച്ച ഏത് രീതിയിൽ അടുത്ത ഘട്ടം പുരോഗമിക്കുമെന്നുള്ളതിനെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആഗോള വിപണികളിലെ നീക്കവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കവും വിപണിയിൽ ഉണ്ടാവുക. ഈ തൽക്കാലം വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്വാധീനം വിപണിയിലുണ്ടാവും. മാത്രമല്ല ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന നീക്കവും വിപണിയെ സ്വാധീനിച്ചേക്കും. എണ്ണവില $80 എന്ന നിലവാരത്തിൽ ക്രമപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എക്കാലത്തും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അനുകൂലമായ ഒരു ഘടകം തന്നെയായിരിക്കും. ആ ഒരു നിലവാരത്തേക്ക് എണ്ണവില എത്തേണ്ടതുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപ താൽപര്യം കണ്ടേക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇനിയുണ്ടാകുന്ന ഓരോ തിരുത്തലുകളും നിക്ഷേപ അവസരമായിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 24,200 എന്നുള്ള നിലവാരമായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. പ്രമുഖ ടെക് കമ്പനിയായ ഷവോമിയുടെ പുതിയ എസ്മി LED TV മൈജിയിലൂടെ ലോഞ്ച് ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ ആസിഫ് അലി ക്വാണ്ടം മാജിക് TV പുറത്തിറക്കി. ക്വാണ്ടം ഡോട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ ഏറ്റവും മികച്ച പിക്ചർ ക്വാളിറ്റി ഉറപ്പു നൽകുന്നതാണ് ഷവോമി മിനി LED. ഡോൾബി വിഷൻ, 4K അൾട്രാ HD, ഡോൾബി ഓഡിയോ എന്നിവ പ്രത്യേക സവിശേഷതയാണ്. ഇതിനു പുറമെ 55, 65, 75 ഇഞ്ച് സ്ക്രീനുകളിൽ TV ലഭ്യമാണ്. ലോഞ്ചിനോട് അനുബന്ധിച്ച് കുറഞ്ഞ അടവിൽ EMI സംവിധാനവും അഡീഷണൽ വാറണ്ടിയും മൈജി ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ വിഷു ഓഫറിന്റെ ഭാഗമായി മൈജിയിൽ നിന്ന് മിനി LED സ്വന്തമാക്കുന്നവരിൽ നിന്ന് 10 ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മൈജിയുടേത് വലിയ മുന്നേറ്റമാണെന്ന് ആസിഫ് അലി പറഞ്ഞു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയവുമായി തിരുവല്ല അമൃത വിദ്യാലയം. പരീക്ഷ എഴുതിയ 60 വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടിയപ്പോൾ 10 കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്കും നേടി വിദ്യാലയത്തിന്റെ കീർത്തി വാനോളം ഉയർത്തി.
ഇത്തവണത്തെ 10ാം ക്ലാസ് CBSE പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ 100% വിജയമെന്ന തിളക്കമാർന്ന നേട്ടമാണ് തിരുവല്ല അമൃത വിദ്യാലയത്തെ തേടിയെത്തിയത്. പരീക്ഷ എഴുതിയ 60 കുട്ടികളിൽ 9 പേർ 95% മുകളിലും 18 പേർ 90% മുകളിലും മാർക്ക് നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 10 കുട്ടികൾ 100-ൽ 100 മാർക്കും നേടിയെന്നതാണ്. 99.4% മാർക്ക് നേടിയ പാർവതി അജയൻ, ദേവപ്രഭ എസ് എന്നിവർ വിദ്യാലയത്തിലെ മിന്നും താരങ്ങളായി. ആദ്യമായിട്ട് ഞാൻ ഈ വിജയം അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ടീച്ചേഴ്സായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും അവരുടെ സപ്പോർട്ടും കാണാനാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വിജയം നേടാൻ പറ്റിയത്. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും പിന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും അവരാണെങ്കിലും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇത്ര ഒരു വലിയ വിജയം നേടുവാൻ വേണ്ടി. ആദ്യമായിട്ട് പറയാനുള്ളത് അമ്മയുടെ കൃപ കാരണമാണ് ഇതെല്ലാം സാധിച്ചത്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ മാമും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിൽ രാത്രി വിളിച്ച് ചോദിച്ചാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ എൻ്റെ പേരൻസിൻ്റെ എല്ലാം സപ്പോർട്ട് കാരണമാണ്. എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. എന്നും റിവിഷൻ ഉണ്ടായിരുന്നു. റെഗുലർ റിവിഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വിദ്യാലയത്തിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയാണ് ഈ വിജയത്തിന് ആധാരമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഇവരുടെ വിജയത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനമുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി ആയിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എല്ലാത്തിനും പഠിത്തത്തെയും കലകളെയും എല്ലാം വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം അധ്യാപകരും മാനേജ്മെൻറ്റും സ്കൂൾ നമ്മുടെ മാം എസ്പെഷ്യലി നമ്മുടെ പ്രിൻസിപ്പൽ മാം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 96-ലാണ് അമൃത വിദ്യാലയം തിരുവല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതലൊരു വലിയ നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്കൂളാണ്. പിന്നെ കുട്ടികൾക്ക് പരമാവധി സ്ട്രെയിൻ കുറച്ച് ഉള്ളൊരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ കൊടുക്കാറുള്ളത്. ഒരുപാടങ്ങ് സ്ട്രെസ് ചെയ്യിക്കാറില്ല. ഇപ്രാവശ്യം നല്ല ഒരു വിജയ ശതമാനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മോൾക്കുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളുടെ എല്ലാ ടീച്ചേഴ്സിനും വളരെയധികം സ്നേഹവും കാര്യമൊക്കെ ഉണ്ട്. നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുന്നതാണ് കുട്ടികളുടെ വിജയത്തിന് പിന്നിലെന്ന് അധ്യാപകർ പറഞ്ഞു. ഞങ്ങൾ അധ്യാപകർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും വളരെ ആത്മാർത്ഥതയോടും കൃത്യനിഷ്ഠയോടെയും ജീവിതത്തിൽ പിന്തുടരുന്നു എന്നതാണ് ഇവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠന മികവിൽ പ്രകടിപ്പിച്ചവരാണ് ഇവർ 2 കുട്ടികളും. പഠനത്തിൽ മാത്രമല്ല കലാരംഗത്തും വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവർ. ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും സമ്മാനങ്ങൾ നേടിയ അഭിമാനം കുട്ടികളാണ് ഇവർ 2 പേരും. അധ്യാപകർ നൽകുന്ന ആസൂത്രിതമായ പരിശീലനവും കുട്ടികളുടെ ചിട്ടയായ പരിശ്രമവും ഒപ്പം രക്ഷിതാക്കളുടെ സഹകരണവുമാണ് വിജയത്തിന് പിന്നിലെന്ന് പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശാന്തിതാമൃത ചൈതന്യ പറഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന റിസൾട്ട് തന്നെയാണ് നമ്മുടേത്. ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. ടീച്ചേഴ്സ് നല്ല പ്ലാനിങ്ങോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനം, ഒപ്പം കുട്ടികളുടെ ചിട്ടയായ പരിശ്രമം, അതിനോടൊപ്പം പാരൻസിൻ്റെ സഹകരണം, ഇതെല്ലാമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതിനെല്ലാം ഉപരി ഈ പരിശ്രമങ്ങൾക്ക് അമ്മ ചൊരിഞ്ഞ മഹാകൃപ, അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ യഥാർത്ഥ കാരണവും. മുൻകൂട്ടി തയ്യാറാക്കിയ കേന്ദ്രീകൃത സംവിധാനമാണ് വിദ്യാർത്ഥികളെ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ സഹായിച്ചതെന്ന് അധ്യാപകർ പ്രതികരിച്ചു. നമ്മുടെ അമൃത വിദ്യാലയത്തിൻ്റെ അക്കാഡമിക്സ് മികവുറ്റതാണ്. അതിനുവേണ്ടി സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നമുക്ക് അക്കാഡമിക് മെൻറ്ററായ കവിത മാമിൻ്റെ ഗൈഡൻസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒരു ടീം തന്നെ നമുക്കുണ്ട്. ഓരോ അക്കാഡമിക് ഇയറിലെ എല്ലാ ആക്ടിവിറ്റീസും എക്സാമുകളും കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം തന്നെ പ്രീ പ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ഇയറിലെ അക്കാഡമിക് ഇയറിലെ മാർച്ച് വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇപ്പം ഈ വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ടീച്ചേഴ്സിന് ട്രെയിനിങ് സെഷനുകൾ നടത്തി വരുന്നുണ്ട്. നമുക്ക് വർഷത്തിൽ 2 തവണ അക്കാഡമിക് ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ട്. കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും വർക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിന് ഓരോരുത്തർക്കും പ്രത്യേക നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. അമ്മയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുന്നതിനായി പഠനത്തോടൊപ്പം സ്വഭാവ രൂപീകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടത്തി വരുന്നത്. എല്ലാറ്റിനും ഉപരിയായി അമ്മ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അമൃത വിദ്യാലയങ്ങൾ എന്നും മികവുറ്റതായി നിലകൊള്ളുന്നത്. ലോകാരാധ്യയായ അമ്മയുടെ അപാര കൃപ അതൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സുവർണ്ണ നേട്ടം കൈവരിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നേട്ടം അമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. 98.8% മാർക്കോടെ ശ്രേയ ശ്രീകുമാർ, 96.2% മാർക്കോടെ പാർവതി കൃഷ്ണ എന്നിവരും മിന്നുന്ന വിജയം കരസ്ഥമാക്കി. ആകെ പരീക്ഷ എഴുതിയവരിൽ 44 കുട്ടികളും ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് വിജയിച്ചത്. കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഫലമായി ലഭിച്ച ഈ വിജയം തിരുവല്ല അമൃത വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
വീടുകളിൽ ചെടികൾ നട്ടു പരിപാലിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇടുക്കി രാജാക്കാട് സ്വദേശി പൊന്നുണിയുടെ പൂന്തോട്ടം. റോഡരിയിലെ വീട്ടുമുറ്റത്ത് താമരയും ജമന്തിയും ഒക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്നു. യാത്രക്കാർക്കും ഈ പൂന്തോട്ടം മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തിരക്കിട്ട ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിലും പൊന്നുണ്ണിയും ഭാര്യയും പൂക്കളും ചെടികളും പരിപാലിക്കാൻ സമയം കണ്ടെത്തുകയാണ്. രാജാക്കാട് പൊന്മുടി റോട്ടിൽ ചെരിപ്പുറത്ത് സംസ്ഥാന പാതയോരത്താണ് പൊന്നുണ്ണിയുടെ വീട്. ഇരുനില വീടിന് മുന്നിൽ മനോഹരമായ ജമന്തി തോട്ടമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. പൂത്തുനിൽക്കുന്ന ഈ പൂന്തോട്ടം ആരെയും ആകർഷിക്കുന്ന മനോഹര കാഴ്ചയാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് തൈകളാണ് നട്ടുപരിപാലിച്ചത്. പൂക്കളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇതേമാതിരി 2-3 പ്രാവശ്യമായിട്ട് പൂ നട്ട് പരിപാലിക്കുന്നത്. ഈ വരുന്ന പൂ വിൽപ്പനയ്ക്കുള്ളതല്ല, ക്ഷേത്രാവശ്യങ്ങൾക്കായിട്ട് കള്ളിമലി അമ്പലത്തിലും രാജാക്കാട് അമ്പലത്തിലും മാനച്ചാൽ അമ്പലത്തിലും കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിത്തുകൾ മുളയ്ക്കുകയല്ല, തൈ തന്നെ മേടിച്ചു വെക്കണം. ജമന്തി മാത്രമല്ല, താമരയും മറ്റ് നിരവധി ചെടികളും ഇവിടെ ധാരാളമായി ഉണ്ട്. പൂക്കൾ പുറത്ത് വിൽക്കാറില്ല, പകരം സമീപത്തെ ക്ഷേത്രങ്ങളിൽ എത്തിച്ചു നൽകും. ഒഴിവ് സമയങ്ങൾ വെറുതെ കളയാതെ ചെടികളുടെ പരിപാലനത്തിലൂടെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം കൂടി പകർന്നു നൽകുകയാണ് ഇവർ. അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് തിരുവള്ളൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി പോലീസ് രാത്രി അതിക്രമം നടത്തിയെന്ന് പരാതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് ഇന്നലെ രാത്രി പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെ വേണമെങ്കിൽ അടിവസ്ത്രം വരെ തപ്പി നോക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. സംഭവത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് പരിശോധന പാതി വഴിയിൽ അവസാനിപ്പിച്ച് മടങ്ങി. CPM ലീഗ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് സിദ്ദിഖ്. IPLൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 40 റൺസിന് പരാജയപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 160 റൺസ് വിജയലക്ഷ്യമായാണ് മുന്നോട്ട് വച്ചത്. രവീന്ദ്ര ജഡേജയാണ് ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ ലക്നൗ 18 ഓവറിൽ 119 എല്ലാവരും പുറത്തായി. 55 റൺസ് നേടിയ മിച്ചൽ മാർഷാണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. ജയത്തോടെ 7 മത്സരങ്ങളിൽ 10 പോയിന്റുമായി രാജസ്ഥാൻ 2ാം സ്ഥാനത്തേക്ക് കയറി. ലക്നൗ 9ാം സ്ഥാനത്താണ്. IPLൽ ഇന്ന് നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ചെന്നൈ നിരയിൽ ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി കളത്തിലിറങ്ങിയേക്കുമെന്നാണ് വിവരം. പരിക്കുമൂലം യുവ ബാറ്റർ ആയുഷ് മാത്രയ്ക്ക് സീസണിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാവും. മറുവശത്ത് ആദ്യ 4 മത്സരങ്ങളും പരാജയപ്പെട്ട മുംബൈക്ക് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് വിജയിക്കാനായത്. 4 പോയിന്റ് വീതമാണ് ഇരു ടീമുകൾക്കുമുള്ളത്. രാത്രി 7:30 മുതൽ മുംബൈയിലാണ് മത്സരം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FCയെ നേരിടും. അവസാന കളിയിൽ ജംഷഡ്പൂർ FCയെ 2 ഗോളിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. 10 കളിയിൽ നിന്ന് 8 പോയിന്റുമായി 11ാം സ്ഥാനത്താണ് ടീം. 7 കളിയിൽ നിന്നും 6 പോയിന്റുമായി ഒഡീഷ 13ാം സ്ഥാനത്താണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.